ഏവർക്കും നമസ്കാരം. വടക്കേ മലബാറിൻ്റെ ഹൃദയഭൂമിയായ തലശ്ശേരിയുടെ മണ്ണിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠാപിതമായ മഹാക്ഷേത്രമാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ തന്നെ വളരെയേറെ പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണ് തലശ്ശേരി. ശ്രീനാരായണ ഗുരുദേവ പ്രസ്ഥാനങ്ങൾക്ക് വടക്കേ മലബാറിൽ വേരോട്ടമുണ്ടായതും ഈ മണ്ണിൽ നിന്ന് ആണെന്നുള്ളത് നിയതിയുടെ നിയോഗമാണ്. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ നിരവധി തവണ വന്നിട്ടുള്ള തലശ്ശേരിയുടെ മണ്ണിൻ്റെ ചരിത്രഗതിയിലൂടെ ഇന്ന് നമുക്ക് സഞ്ചരിക്കാം. ഗുരുമാർഗ പ്രണയതാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കോടി ദിവാകരരുത്തുയരും പടിവാരുടു നീരനാദികളും കെടുമാറുകിലർന്നു വരുന്നൊരു വടിവെന്നുമിരുന്നു വിളങ്ങിടണം ഇടനേരു കൺമുനയിൻ നിലതിന്നടി എന്നഭിലാഷമുമാപതിയെ ജഡമിന്നിതു കൊണ്ടു ജയിക്കുമിതിന്നിടയിൽപ്പതിലൊന്നിലുമേ മാന്യപ്രേക്ഷകർക്ക് ഗുരുപദം ടി വിയിലേക്ക് നിറഞ്ഞ സ്നേഹത്തോടുകൂടി സ്വാഗതം. പ്രിയമുള്ള മഹാഗുരുവിൻ്റെ ഭക്തമാനസന്മാരെ, ഏറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് ഈ വീഡിയോയുമായി നിങ്ങളുടെ സവിധത്തിലോട്ട് കടന്നു വരുന്നത്. കാരണം ശ്രീനാരായണ പരമ സദ്ഗുരുവിൻ്റെ പാദകമലങ്ങൾ പതിഞ്ഞ മണ്ണിലൂടെ നാം കുറേ നാളുകളായി ഗുരുമാർഗ പ്രണയതാരം എന്ന ഒരു യാത്രാപഥം നിർവഹിച്ചു വരികയാണ്. ആ ഒരു സബരിയിൽ നാം ഇന്ന് എത്തി നിൽക്കുന്നത്, നാം ഇന്ന് കാണുവാൻ പോകുന്നത്, നിങ്ങളെല്ലാവരും ഹൃദയകമലങ്ങളിൽ സൂക്ഷിക്കുവാൻ പോകുന്ന തരത്തിലുള്ള ഒരു ക്ഷേത്ര സൗധത്തിൽ നാം എത്തി നിൽക്കുകയാണ്. വടക്കേ മലബാറിൻ്റെ ചരിത്രത്തിൻ്റെ താളുകളിൽ ബ്രിട്ടീഷ് മലബാർ എന്ന പേരുണ്ടായിരുന്ന മലബാറിൻ്റെ ഏതാണ്ട് ഹൃദയഭൂമിയായിരുന്ന ഒരു കൾച്ചറൽ ഹബ് എന്ന് വിളിക്കുവാൻ സാധിക്കുമായിരുന്ന തലശ്ശേരിയുടെ മണ്ണിൽ 1908 ഫെബ്രുവരി മാസം 13-ാം തീയതി ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിൻ്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠാപിതമായ വടക്കേ മലബാറിലെ ആദ്യ ക്ഷേത്രമായ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിലാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത്. തലശ്ശേരിയുടെ മണ്ണിൽ നാം ഇപ്പോൾ ഇവിടെയുണ്ട്. തലശ്ശേരി എന്ന് പറയുമ്പോൾ
വടക്കേ മലബാറിലെ പ്രഗത്ഭമായ ക്ഷേത്രങ്ങളായ കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം, അല്ലെങ്കിൽ കണ്ണൂർ സുന്ദരേശ്വരം, മംഗലാപുരത്തുള്ള കുദ്രോലി, ശ്രീ ഗോകർണനാഥം അടക്കം എല്ലാ ക്ഷേത്രങ്ങൾക്കും വേരായത് വടക്കേ മലബാറിൻ്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ ചരിത്രഗതിയെ ആകെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു വലിയ ഇതിഹാസത്തിന് തുടക്കം കുറിച്ചത് ഈ മണ്ണിൽ നിന്നാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ശ്രീനാരായണ പരമസദ്ഗുരുവിൻ്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിതമായ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം 1906 മാർച്ച് മാസം 17-ാം തീയതിയാണ് ശ്രീനാരായണ പരമസദ്ഗുരു ഈ ഭൂമികയിലേക്ക് എഴുന്നള്ളുന്നത്. മഹാഗുരു ഇവിടെ വരുമ്പോൾ അതിനു മുൻപ് മഹാകവി കുമാരനാശാൻ, മഹാഗുരുവിൻ്റെ ചിന്നസ്വാമി എന്നറിയപ്പെട്ടിരുന്ന മഹാകവി കുമാരനാശാൻ തലശ്ശേരിയിലേക്ക് കടന്നു വന്ന് ഇവിടെയുള്ള തെയ്യ പ്രമാണിമാരെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ തലശ്ശേരിയുടെ ചുറ്റുവട്ടത്തുള്ള ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് നടന്ന് പ്രസംഗിച്ച് ആളുകളെ പറഞ്ഞ് പ്രേരിപ്പിച്ച് സംഘടിപ്പിച്ച് ശ്രീ ജ്ഞാനോദയ യോഗം എന്ന ഒരു സംഘടന ഇവിടെ രൂപീകരിച്ചിരുന്നു. ഇന്നും ആ സംഘടനയാണ് ഏതാണ്ട് 120 വർഷം പഴക്കമുള്ള ജ്ഞാനോദയ യോഗമാണ് ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഭരണസാരഥ്യം നിർവഹിക്കുന്നത്. ശ്രീ ജ്ഞാനോദയ യോഗം മഹാകവി കുമാരനാശാൻ്റെ ചിന്തയിൽ വിടർന്ന, കുമാരനാശാൻ്റെ ബുദ്ധി കൗശലതയിൽ അതിൻ്റെ ഭരണ സംവിധാനം രൂപീകൃതമായ ജ്ഞാനോദയ യോഗം. കുമാരനാശാൻ ഇവിടേക്ക് വരുവാനും വ്യക്തമായൊരു ചരിത്ര സാഹചര്യം ഉണ്ട്. തലശ്ശേരിയിലെ ഒരു പൗരപ്രമുഖനും പ്രമാണിയുമായിരുന്ന തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർ വരെ ആയിട്ടുള്ള വരദൂർ കണയിൽ കുഞ്ഞിക്കണ്ണൻ മഹാഗുരുവിനെ കുറിച്ച് കേട്ടറിയുകയും തെക്കൻ കേരളത്തിലാകമാനം ക്ഷേത്രത്തിൻ്റെ പരമ്പരകൾ തീർത്തുകൊണ്ട് ജാതികളുടെ കോട്ടക്കൊത്തളങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ശ്രീനാരായണ പരമസദ്ഗുരു നടത്തുന്ന വലിയൊരു വിപ്ലവത്തിൻ്റെ തേരോട്ടത്തിനെ കുറിച്ച് കേട്ടറിഞ്ഞ് വരദൂർ കണയിൽ കുഞ്ഞിക്കണ്ണൻ അനവധി ത്യാഗങ്ങൾ സഹിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ശിവഗിരി മഠത്തിലെത്തി സാമതൃപാദങ്ങളെ കാണുന്നത്. തൃപ്പാദങ്ങൾ കാര്യങ്ങൾ കേൾക്കുകയും ഇവിടേക്ക് വരാമെന്ന് സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നു. അതൊക്കെ രസകരമായ ചരിത്രമാണ്. വടക്ക് നിങ്ങൾക്ക് സംസ്കൃത വിദ്യാഭ്യാസമുള്ളവരും ഇംഗ്ലീഷ് അറിയാവുന്നവരും എല്ലാമായ ധാരാളം ആളുകളുണ്ടല്ലോ. ആ നിങ്ങളുടെ ഇടയ്ക്ക് നാം വന്നൊരു ക്ഷേത്രം സ്ഥാപിച്ചാൽ തെക്ക് നിന്നും വന്നൊരാളൊരു കല്ല് നാട്ടിയിട്ട് പോകുമെന്ന് ആളുകൾ പറയുകയില്ലയോ എന്നാണ് തൃപ്പാദങ്ങൾ ആദ്യം ചോദിക്കുന്നത്. സ്വാമി ഇവിടേക്ക് വരണം. അത്തരത്തിൽ വിദ്യാഭ്യാസവും സംസ്കൃതവും പാണ്ഡിത്യവുമൊക്കെ ഉണ്ടെങ്കിലും അധമമായ പൂജയിലും ആരാധനയിലും പെട്ടൊഴിലുകയാണ് സ്വാമി ഈ സമൂഹം എന്ന് പറയുന്നു. സവർണ ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ലെന്ന് പറയുമ്പോൾ തൃപ്പാദകൾ പറയുകയാണ്, നാം വരാം, പക്ഷെ ഇപ്പോഴല്ല, കുമാരനാശാനെ ഇവിടേക്ക് അയക്കാം. അങ്ങനെ കുമാരനാശാനെ പല വിലാസങ്ങളൊക്കെ വാങ്ങി വരദൂർക്കാണി കത്തുകൾ അയച്ചു. കുമാരനാശാൻ്റെ കത്ത് ലഭിക്കുകയും ഇവിടേക്ക് വരികയും ചെയ്തു. അങ്ങനെ കുമാരനാശാൻ്റെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട സംഘടനയാണ് ഇന്നും അഭിമാനത്തോടു കൂടി ഇവിടെ തല ഉയർത്തി നിൽക്കുന്ന ജ്ഞാനോദയ യോഗം. ഈ ജ്ഞാനോദയ യോഗത്തിൻ്റെ കീഴിലാണ് ക്ഷേത്രം അന്നു മുതൽ ഇന്ന് വരെയും കൃത്യമായി പ്രവർത്തിച്ച് പോരുന്നത്. അതിനുശേഷം ശ്രീനാരായണ പരമഹംസ മഹാഗുരു നേരിട്ട് തലശ്ശേരിയിലേക്ക് എഴുന്നള്ളുന്നു. മഹാഗുരുവിനെ ക്ഷണിക്കുവാനായി കോട്ടയത്തേക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ കോട്ടയം എറണാകുളം ജില്ലയുടെ അതിർത്തിയിലുള്ള പൂത്തോട്ട ശ്രീനാരായണ വല്ലഭ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഒരു വലിയ കായൽ പരപ്പിൽ വെച്ച് അർദ്ധരാത്രിയിൽ മഴയിലും കാറ്റിലും കോളിലും വള്ളം മുങ്ങുവാൻ തുടങ്ങുകയും മറ്റൊരു ദൈവങ്ങളെയും വിളിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാതെ തലശ്ശേരി അമ്പലത്തിന് കുറ്റിയടിക്കുന്നത്, ആ തൃക്കൈ വിളയാടി കുറ്റിയടിക്കുന്നത് കാണുവാനെങ്കിലും അടിയൻ്റെ ആയുസ്സൊന്ന് നീട്ടിത്തരണമേ സ്വാമി എന്ന് മഹാഗുരുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാറ്റടങ്ങി തിരയടങ്ങി സുരക്ഷിതമായി കുഞ്ഞിക്കണ്ണൻ എത്തുന്നതും അവിടുത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മാത്രമാണ് സ്വാമി അടിയൻ മരണമുഖത്ത് നിന്ന് രക്ഷപ്പെട്ടത് എന്ന് വരദൂർക്കണയിൽ കുഞ്ഞിക്കണ്ണൻ പറയുമ്പോൾ ഈശ്വരകാര്യാർത്ഥം പ്രവർത്തിക്കുന്നവരെ ഈശ്വരൻ തന്നെ രക്ഷിക്കാതിരിക്കുകയില്ലെന്ന മഹാഗുരുവിൻ്റെ വചനമുണ്ടാകുന്നതൊക്കെ ഈ തലശ്ശേരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെ പിന്നാമ്പുറത്തുള്ള അധികം ശ്രദ്ധിക്കപ്പെടാത്ത കാര്യങ്ങളാണ്. അങ്ങനെ മഹാഗുരു വരദൂർക്കണിയോടൊപ്പം ഈ തലശ്ശേരിയുടെ മണ്ണിലോട്ട് എഴുന്നള്ളുന്നു. 1906 മാർച്ച് മാസം 17-ാം തീയതിയാണ് ഇവിടെ സാമുദ്രപാദങ്ങൾ എത്തുന്നത്. തുടർന്ന് മാർച്ച് 20-ന് സാമുദ്രപാദങ്ങൾ ഈ ക്ഷേത്രത്തിന് കുറ്റിയടിക്കുകയും ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ നാം ഇറങ്ങി പരിശോധിക്കുമ്പോൾ അനവധി ചരിത്രങ്ങളാണ്. ഇവിടെയുള്ള തീയ ജനത മഹാഗുരുവിനെ പല സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. പല സ്ഥലങ്ങൾ, ആണ്ടല്ലൂർ കാവ് എന്ന് പറയുന്ന ഇന്ന് പ്രൗഢമായി നിൽക്കുന്ന ഒരു ക്ഷേത്ര വിധാനം അന്ന് അവിടെയുണ്ട്. ഒരു കാവൊക്കെയായി
അവിടെ കൊണ്ട് കാണിക്കുമ്പോൾ ഇവിടെ മത്സ്യമാംസാദികൾ കൂട്ടാതെയും മറ്റും ഇരിക്കുന്ന ഒരു സാത്വികമായൊരു ആരാധനാ സംവിധാനമുണ്ടല്ലോ, ഇനി ഇവിടെ മറ്റൊരു ക്ഷേത്രം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സാമുദ്രപാദങ്ങൾ മടങ്ങുന്നു. മറ്റൊരു സ്ഥലം സാമുദ്രപാദങ്ങളെ കൊണ്ട് കാണിക്കുമ്പോൾ തൃപ്പാദങ്ങൾ അവിടെ ഒരു വിദ്യാലയമായി, ഒരു സരസ്വതി സ്ഥാനമായി വരേണ്ടതുണ്ട് എന്ന് സാമുദ്രപാദങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് ആ ഭാഗത്താണ് തലശ്ശേരി ബ്രണ്ണൻ കോളേജ് നിൽക്കുന്നതെന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. മറ്റൊരു സ്ഥലം സാമുദ്രപാദങ്ങളെ കാണുമ്പോൾ ഈ ഒരു പ്രദേശം ഇവിടെ ഒരു ക്ഷേത്രത്തിനാകുമോ സ്വാമി എന്ന് ചോദിക്കുമ്പോൾ സാമുദ്രപാദങ്ങൾ ഇവിടെ നാമായി ഒരു ക്ഷേത്രം എടുക്കേണ്ടതില്ല, ഇവിടെ മറ്റൊരു ക്ഷേത്രം ഭാവിയിൽ ഉണ്ടാകുമെന്ന് സാമുദ്രപാദങ്ങൾ പറയുന്നു. ഇന്നവിടെ അമൃതാനന്ദമയുടെ ഒരു മഠം സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് അത്ഭുതകരമായ സംഭവങ്ങൾ ഇവിടെയുണ്ട്. മറ്റൊരു പ്രദേശം സാമുദ്രപാദങ്ങളെ കൊണ്ടുചെന്ന് കാണിക്കുമ്പോൾ ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു സ്ഥാനമായി മാറുമെന്നാണ് തൃപ്പാദങ്ങൾ കൽപ്പിക്കുന്നത്. ഇന്നും ഏതാണ്ട് വളരെ വേസ്റ്റുകളൊക്കെ ഇടുന്നിട്ടുള്ള കക്കൂസ് മാലിന്യങ്ങൾ പോലും ആളുകൾ കൊണ്ടുചെന്ന് ടോയ്ലറ്റ് മാലിന്യം പോലും തള്ളുന്ന ഒരു പ്രദേശമായി അവിടെ മാറിയിരിക്കുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ വളരെ അത്ഭുതകരമായി ഇപ്പോൾ അവിടെ നമുക്ക് നവീകരിച്ചൊക്കെ വരികയാണ്. ആ രീതിയിൽ ഇന്നും തോട്ടിപ്പറമ്പ് എന്നു പേരുള്ള ഒരു മേഖലയായി അത് മാറി. അപ്പോൾ ഗുരുവിൻ്റെ വചനങ്ങളൊക്കെ അത്ഭുതകരമാണ് ഇവിടെ എല്ലാം സംഭവിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ മണ്ണിലേക്ക് സാമുദ്രപാദങ്ങൾ എഴുന്നള്ളുന്നത്. ഇത് മഠത്തിൽ പറമ്പ് എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ്. അന്ന് മഹാഗുരുവിനെ എതിരേറ്റ കുറച്ചേറെ ആളുകളുണ്ട്. വറുതൂർ കണിയിൽ കുഞ്ഞിക്കണ്ണൻ, മൂർക്കോത്തുകുമാരൻ, ചെറുവാരി ഗോവിന്ദൻ, റാവു ബഹദൂർ ഗോപാലൻ മുൻസിഫ്, കോട്ടായി കുമാരൻ, നോക്കൂ, ചക്കിത്ത് കേളൻ എന്ന് പറയുന്ന ആളാണ് സാമുദ്രപാദങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വറുതൂർക്കാണിയിൽ കുഞ്ഞിക്കണ്ണൻ്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ആ ഭാഗത്ത് റെയിൽവേ സ്റ്റേഷൻ മുതൽ വീട് വരെ ഗുരുവിന് റാന്തൽ വിളക്ക് കാണിച്ച് വഴി കാണിച്ചു കൊടുത്ത ആളാണ് ചക്കിത്ത് കേളൻ. നോക്കൂ, അവിടെ എല്ലാം കുടുംബക്കാർ ഇന്നും ഈ ഭാഗത്ത് ജീവിച്ചിരിക്കുന്നു. ആ രീതിയിൽ അനവധി ആളുകൾ ഇതിൽ മഹാഗുരുവിനെ അനുഗമിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു എന്നാണ്. കൊറ്റിത്ത് രാവുണ്ണി വക്കീൽ, കൊറ്റിത്ത് കൃഷ്ണൻ വക്കീൽ, തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ വരെയായിരുന്ന ആളാണ് കൊറ്റിത്ത് രാവുണ്ണി വക്കീൽ, അതിപ്രഗത്ഭൻ, പൗരപ്രമാണി. അങ്ങനെയുള്ള വലിയൊരു തീയ സമൂഹം മഹാഗുരുവിന് എതിരേൽക്കുന്നു. അങ്ങനെ ഈ പ്രദേശം, ഈ മണ്ണ് സാമുദ്രപാദങ്ങൾ തീരുമാനിക്കുന്നു. ഇവിടെ തൃപ്പാദങ്ങൾ കുറ്റിയടിക്കുകയും ചെയ്യുന്നു. ദ്രുതഗതിയിൽ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇടയ്ക്ക് പണത്തിൻ്റെയും മറ്റും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മൂർക്കോത്തുകുമാരനും പിന്നീട് വറുതൂർക്കാണിയിൽ കുഞ്ഞിക്കണ്ണനുമൊക്കെ സാമുദ്രപാദങ്ങളെ സമീപിച്ച് കുഞ്ഞിക്കണ്ണൻ പലതവണ ക്ഷേത്രത്തിൻ്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയുമ്പോൾ സാമുദ്രപാദങ്ങളുടെ ഒരു മറുപടിയുണ്ട്: ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളും. തുടർന്ന് മഹാഗുരു ഇവിടേക്ക് എഴുന്നള്ളി ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നത് 1908 ഫെബ്രുവരി മാസം 13 മഹാഗുരുവിൻ്റെ വടക്കേ മലബാറിലെ ക്ഷേത്ര സബരിയിലെ ഇതം പ്രഥമമായ ഇന്നെന്തുകൊണ്ടാണ് കണ്ണൂർ, തലശ്ശേരി അല്ലെങ്കിൽ കാസർഗോഡ്, കോഴിക്കോടിൻ്റെ വിവിധ മേഖലകളിലൊക്കെ സാമൂഹികമായും രാഷ്ട്രീയമായും വളരെ ഉത്തേജിതരായ വലിയൊരു രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള, പൗരബോധമുള്ള, പ്രതികരണശേഷിയുള്ള, സംഘടനാശേഷിയുള്ള ഒരു വലിയ ജനസമൂഹം ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമായി തലശ്ശേരിയും കണ്ണൂരും മാറിയിട്ടുള്ളത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മഹാഗുരു തിരികൊളുത്തിയ ഒരു വലിയ നവോത്ഥാന ചിന്തയുടെ, ഒരു വലിയ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ, ഒരു വലിയ ആരാധനാ സ്വാതന്ത്ര്യത്തിൻ്റെ, വിദ്യാഭ്യാസ സൗകര്യത്തിൻ്റെ ഒരു വലിയ തിരുനാളം ഇവിടങ്ങളിലാകെ പടർന്ന് പന്തലിച്ചത് കൊണ്ടാണ് എന്നുകൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. പിന്നീട് അങ്ങോട്ട് സംഭവബഹുലമാണ് തലശ്ശേരിയുടെ ചരിത്രം. ഇവിടെ ക്ഷേത്രമുണ്ടായി. ഈഴവരാതി പിന്നോക്ക ജനതയ്ക്ക് ഇവിടെ പ്രവേശനം, അല്ലെങ്കിൽ തീയ ജനതയ്ക്ക് പ്രവേശനം ഉണ്ടാകുന്നു. വലിയ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും ഈ പ്രദേശത്തുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ ക്ഷേത്രത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സാമുദ്രപാദങ്ങൾ നോക്കുമ്പോൾ ഒരവസരത്തിൽ ഇവരെ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കാതെ ഇരിക്കുന്നു എന്നതാണ് നാം കാണുന്നത്. പ്രവേശിപ്പിക്കാതെ ഇരിക്കുന്നു. സാമുദ്രപാദങ്ങൾ അത് കാണുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പുറകുഭാഗത്തായി നമുക്കൊരു ചിറ കാണാം. ആ ചിറയ്ക്ക് മറുവശത്താണ് അവർ നിൽക്കുന്നത്. ക്ഷേത്രത്തിലെ പൂജാരി നടന്ന് ആ ചിറയിൽ പോയി അവർക്ക് പ്രസാദം കൊടുക്കുന്നത് സാമുദ്രപാദങ്ങൾ കാണുന്നു. അതെന്താണ് അവരെ പ്രവേശിപ്പിക്കാതെ എന്ന് ചോദിക്കുമ്പോൾ സ്വാമി അവർ ദളിതരാണ് എന്ന് പറയുന്നു. അപ്പോൾ അവരെ പ്രവേശിപ്പിക്കണമെന്ന് മഹാഗുരു ആവശ്യപ്പെടുന്നു. ആ കാലത്തും ഇന്ത്യയിൽ ജാതി മത ഭേദമന്യേ
എല്ലാവർക്കും പ്രവേശിക്കാൻ അവസരമുണ്ടായിരുന്ന, അനുവാദമുണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. ആ ഒരു സങ്കല്പം കൂടി സാമതൃപ്പാദങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പേര് നിർണയിച്ചപ്പോൾ ഉണ്ടായിരുന്നുവെന്ന് മൂർക്കോത്ത് കുമാരൻ മാഷ് രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണ് ജഗന്നാഥ ക്ഷേത്രമായി ഇത് മാറുന്നത്, സാമതൃപ്പാദങ്ങൾ പേര് നിർണയിക്കുന്നതും. അങ്ങനെ ഗുരു സങ്കല്പിച്ച ഈ ക്ഷേത്രവിധാനത്തിൽ ജാതിയുടെ പേരിൽ ആളുകളെ പ്രവേശിപ്പിക്കാതെ ഇരിക്കുന്നതിലുള്ള അനിഷ്ടം തൃപ്പാദങ്ങൾ പ്രകടിപ്പിക്കുകയും പ്രവേശനം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ പല വാദമുഖങ്ങൾ പറഞ്ഞ് ഇതിനെ ഇവർ എതിർക്കുന്നുണ്ട്. എല്ലാം ഗുരു നിരാകരിക്കുമ്പോൾ ഒടുവിൽ പെട്ടെന്ന് ഈ മാറ്റം സ്വീകരിക്കുവാൻ ഒരു ചെറിയ വിമുഖത കാട്ടിക്കൊണ്ട് അറക്കളത്തിൽ രാഘവൻ റൈറ്റർ എന്നു പേരായ ആൾ ഒരു വാദം ഗുരുവിൻ്റെ മുൻപിൽ വെക്കുന്നുണ്ട്. സ്വാമി, നാം ക്ഷേത്രം പ്രതിഷ്ഠിച്ച് കഴിഞ്ഞതല്ലേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ ആയി വരുന്നതല്ലേ ഉള്ളൂ, നമുക്ക് 1 വർഷം കഴിഞ്ഞ് ഇവരെ കയറ്റുന്ന കാര്യം ആലോചിക്കാം. അപ്പോൾ തൃപ്പാദങ്ങൾ ചോദിക്കുന്നുണ്ട്, 1 വർഷം കഴിഞ്ഞാൽ ഇവരെ കയറ്റുമോ? അപ്പോൾ അത് മനസ്സോടെ എന്ന രീതിയിൽ അദ്ദേഹം അത് സമ്മതിക്കുമ്പോൾ തൃപ്പാദങ്ങൾ ഇരുത്തി ചോദിക്കുന്നുണ്ട്, 1 വർഷം കഴിഞ്ഞാൽ ഇവരെ കയറ്റുമല്ലോ അല്ലേ? കയറ്റാം സ്വാമി. അങ്ങനെ സമ്മതിക്കുന്നു, എല്ലാവരും സമ്മതിക്കുന്നു. തൃപ്പാദങ്ങളൊന്ന് ഇരുത്തി മൂളി എന്നാണ് മൂർക്കോത്ത് കുമാരൻ അതിനെക്കുറിച്ച് പിന്നീട് രേഖപ്പെടുത്തുന്നത്. ആ മൂളൽ പ്രകൃതിക്കുള്ളൊരു മഹാഗുരുവിൻ്റെ കൽപ്പനയാണ്. ഒരു യുഗപുരുഷൻ്റെ, ഒരു അവതാരമൂർത്തിയുടെ പ്രകൃതിയുടെ ഗതിവിഗതികളെ നിയന്ത്രിക്കുവാനുള്ള ശക്തി, ആ ഒരു സൗരഭ്യത്തിൻ്റെ, സിദ്ധി വൈഭവത്തിൻ്റെ ഒരു ലക്ഷണമാണ്. പെട്ടെന്ന് കാർമേഘം ഇരുണ്ടുകൂടുകയും ഏതാണ്ടൊരു 1-1.5 മണിക്കൂർ നീണ്ടു നിന്ന ഗംഭീരമായൊരു മഴ പെയ്ത് എല്ലാവരുടെയും മനസ്സും ശരീരവും കുളിർന്നു പോയെന്നാണ് അതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ വരച്ച് കാണിക്കുന്നത്. മഴ അടങ്ങി ശാന്തമായപ്പോൾ തൃപ്പാദങ്ങൾ ഒരു പുഞ്ചിരിയോട് കൂടി പറയുന്നു, 1 വർഷം കഴിഞ്ഞുവല്ലോ, ഇനി കയറ്റാമല്ലോ. അയ്യോ സ്വാമി, വർഷം എന്നത് മഴയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്, ഒരു കാലമാണെന്നൊക്കെ പറയുമ്പോൾ 1 വർഷം കഴിഞ്ഞു, ഇനി കയറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് തൃപ്പാദങ്ങൾ അവരെ പ്രവേശിപ്പിച്ച അതിവലിയ ചരിത്രത്തിൻ്റെ, നോക്കൂ, ഏതാണ്ട് ഒരു 1908-1909 ഒരു കാലഘട്ടമെന്ന് പറയുമ്പോൾ കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരമുണ്ടാകുന്നതിനും 28 വർഷങ്ങൾക്ക് മുമ്പ് മഹാഗുരു ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ട് വലിയൊരു വിപ്ലവത്തിൻ്റെ തേരോട്ടം ഈ മണ്ണിൽ നടത്തിയെന്ന് കൂടി പറയുമ്പോൾ രസകരമായ മറ്റൊരു സംഭവം കൂടി ഇവിടെയുണ്ട്. ഈ കണ്ണൂർ തന്നെയുള്ള വലിയ നമ്പ്യാന്മാരടക്കമുള്ള സവർണ വിഭാഗത്തിൻ്റെ ഇടയിൽ വലിയ സ്വാധീനമുള്ള ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം. ഇന്നും പല ആളുകളും കൊട്ടിയൂരേക്ക് തീർത്ഥാടനമായിട്ട് പോകാറുണ്ട്. അവിടെ ഇളനീരാട്ടം എന്നു പേരുള്ള വലിയ കരിക്കിൻ കുലകൾ വെട്ടി തോളത്ത് വെച്ച് കൊണ്ടുപോകുന്ന എന്നൊരു ചടങ്ങുണ്ട്. ഈ ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിലും ഇളനീരാട്ടം, ഇളനീർക്കാവ് നമുക്ക് വഴിപാടായി വേണമെന്ന് മുറുക്കൂത്തടക്കമുള്ള ആളുകൾ ആവശ്യപ്പെടുമ്പോൾ തൃപ്പാദങ്ങൾ അത് സമ്മതിക്കുന്നു. പക്ഷേ കൊട്ടിയൂർ പോകുന്ന ആളുകൾ, പരമ്പരാഗതമായി കൊട്ടിയൂരോട് മാനസികമായ ഒരു അടിമത്വവും വിധേയത്വമുള്ള ആളുകൾ കൊട്ടിയൂർ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വിവരം വിഷമത്തോടു കൂടി മൂർക്കോത്ത് കുമാരൻ മാഷ് മഹാഗുരുനോട് പറയുമ്പോൾ അതെന്താണ് അവിടെ പ്രത്യേകത? അത് വലിയ ഭക്തിയോടുകൂടി ചെയ്യുന്നതാണ്. നല്ല അനുഗ്രഹമുണ്ടെങ്കിൽ കൊട്ടിയൂർ ഇളനീർക്കാവ് ആടുമ്പോൾ, അഭിഷേകിക്കുമ്പോൾ മഴ പെയ്യും സ്വാമി എന്നൊക്കെയാണ് ആളുകളുടെ വിശ്വാസമെന്ന് പറയുന്നു. തൃപ്പാദങ്ങൾ ചിരിച്ചുകൊണ്ട് പറയുന്നു, അങ്ങനെ അവിടെ മഴ പെയ്യുമെങ്കിൽ അവിടുത്തെ ശിവനെ തന്നെയാണ് നാം എവിടെയും വെച്ചിരിക്കുന്നത്, അവിടെ മഴ പെയ്യുമെങ്കിൽ ഇവിടെയും പെയ്യും. ഗുരുവിൻ്റെ ആ കൽപ്പനയെ ഹൃദയത്തിലൊരു വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ എടുത്തുകൊണ്ട് മൂർക്കോത്ത് കുമാരൻ മാഷ് ആളുകളെ പ്രചരിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. അങ്ങനെ കുറച്ചാളുകൾ നമ്മുടെ കൊട്ടിയൂരേക്ക് പോകാതെ ഈ തലശ്ശേരിയിലേക്ക് വരികയും ചെയ്യുന്നു. ഏറെ അത്ഭുതകരമെന്ന് പറയട്ടെ, രാത്രി 11 മണിയോടുകൂടി ഇളനീർക്കാവുകൾ ഘോഷയാത്രയായി ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ അതിഗംഭീരമായ ഒരു മഴ പെയ്തെന്നാണ്. ഏതാണ്ട് മുട്ടോളം വെള്ളത്തിൽ നീന്തിക്കൊണ്ട് ആളുകൾ ക്ഷേത്രത്തിന് പ്രദർശനം വെച്ചു എന്ന് പറയുമ്പോൾ അന്ന് കൊട്ടിയൂർ മഴ പെയ്തിട്ടുമില്ല എന്നതും വളരെ അതിശയകരമായ ഒരു സംഭവമായി നാം കാണേണ്ടതുണ്ട്. മഹാഗുരുവിൻ്റെ ക്ഷേത്ര വിധാനങ്ങളെ ഒന്നാകെ നാം എടുത്തു പഠിക്കുമ്പോൾ തലശ്ശേരിക്ക് മാത്രമായി അവകാശപ്പെടുവാനുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, തൃപ്പാദങ്ങൾ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രത്തിൽ മഹാഗുരു വീണ്ടും വന്ന് ആ വിഗ്രഹത്തിൽ അഭിഷേകം നടത്തിയൊരു സംഭവം നമുക്ക് മറ്റെങ്ങും തന്നെ കാണുവാനില്ല. അത് തലശ്ശേരിയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. ആലുവ അദ്വൈതാശ്രമം സാമതൃപ്പാദങ്ങൾ സ്ഥാപിക്കുവാനായി ആ സ്ഥലം വിലയ്ക്ക് വാങ്ങുവാൻ മഹാഗുരു ആലോചിക്കുകയും അതിനുവേണ്ടി പണം സമാഹരിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് റാവു ബഹദൂർ CR ഗോപാല മുൻസിഫ് ഗുരുവിനെ തലശ്ശേരി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അഭിഷേകത്തിന് ക്ഷണിക്കുവാനായി ആലുവയിലെത്തുന്നത്. അപ്പോൾ സാമതൃപ്പാദങ്ങളുടെ ഒരു മറുപടിയുണ്ട്, നാം വന്നാൽ നമുക്ക് എന്ത് നൽകും? ഇപ്പോൾ ഗുരുവിന് പണം ആവശ്യമുണ്ട്. സ്വാമിക്ക് എന്താണ് വേണ്ടത്? അവിടെ വീഴുന്ന കാണിക്ക നമുക്ക് തന്നേക്കാമെന്ന് ചോദിക്കുന്നു. അദ്ദേഹം എറണാകുളത്ത് നിന്നും ഈ തലശ്ശേരി വരെ വന്നിട്ട് വീണ്ടും തിരിച്ചു ചെന്ന് വിവരം അറിയിക്കാനുള്ള താമസം, കത്തയച്ചാലുള്ള താമസമാക്കി ഓർത്തിട്ട് ടെലിഗ്രാം അടിക്കുന്നു. അന്ന് ജ്ഞാനോദ്യോഗത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന കൊറ്റിത്ത് രാവുണ്ണി വക്കീൽ തിരികെ മറുപടി കൊടുക്കുന്നു, നമുക്ക് കാണിക്കയുടെ പകുതി പണം സ്വാമിക്ക് കൊടുക്കാം,
അങ്ങനെ തൃപ്പാദങ്ങൾ എങ്കിലും നമ്മെ ഒഴിവാക്കുകയില്ലേ, അത് പറഞ്ഞാലെങ്കിലും നമ്മെ ഒഴിവാക്കുമെന്ന് വിചാരിച്ചല്ലോ എന്നൊക്കെ ഒരു കൗശലം പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് വരികയും ഈ പ്രതിഷ്ഠ നടത്തിയ വിഗ്രഹത്തിൽ സാമുദ്രപാദങ്ങൾ അഭിഷേകം നടത്തുകയും ചെയ്യുകയും അന്ന് കിട്ടിയ ദക്ഷിണയുടെ പകുതി പൈസ, കാണിക്കയുടെ പകുതി പണം തൃപ്പാദങ്ങൾക്ക് കൊടുക്കുകയും അതുകൂടി ചേർത്തിട്ടാണ് ആലുവ അദ്വൈതാശ്രമം വിലയ്ക്ക് വാങ്ങിയെന്ന് പറയുമ്പോൾ അവിടെയും തലശ്ശേരിയുടെ ഒരു വലിയ ആധ്യാത്മിക വൈഭവം നമുക്കറിയാവുന്നതാണ്. മാത്രവുമല്ല, മഹാഗുരു പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നാം ചരിത്രമാകെ പരത്തുമ്പോൾ ഈ തലശ്ശേരിയിലല്ലാതെ മറ്റൊരിടത്തും ഉപദേവതകളെ കൂടി മഹാഗുരു പ്രതിഷ്ഠിച്ചതായി നാം അധികം അങ്ങനെ കാണുന്നില്ല. ഒരുപാട് പ്രത്യേകതകളുണ്ട് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര സന്നിധിക്ക്. ഒരു റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നത് ഇതിൻ്റെ നേരെ മുന്നിലൂടെയാണ്. ഗംഭീരമാണ്. ഈ രാത്രി കാലങ്ങളിൽ ഈ ക്ഷേത്ര വിധാനത്തിൽ നിൽക്കുമ്പോൾ തീവണ്ടി ചോളം പൊളിച്ച് പാഞ്ഞു പോകുന്ന ആ നയനമനോഹരമായ കാഴ്ചയൊക്കെ വളരെ നമുക്കൊരു ആധ്യാത്മികവും അല്ലെങ്കിൽ കൗതുകം നിറഞ്ഞതുമായ അനുഭവം തരുന്ന ഒന്നാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊന്നും തന്നെയല്ല തലശ്ശേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഒരു ഗുരുഭക്തൻ കാണേണ്ടത്. ലോകത്തിലെ ആദ്യത്തെ ശ്രീനാരായണ പരമസദ്ഗുരുവിൻ്റെ ഒരു പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠാപിതമായിരിക്കുന്നത് ഈ മണ്ണിലാണെന്നതാണ് ഏറെ അതിശയകരമായ മറ്റൊരു സവിശേഷത. 1927 മാർച്ച് മാസം 13-ാം തീയതി മഹാഗുരു അനന്തരഗാമിയായി അഭിഷേകം ചെയ്ത ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെ തൃക്കരങ്ങളാൽ മഹാഗുരുവിൻ്റെ ലോകത്തിലെ ആദ്യത്തെ പഞ്ചലോഹ വിഗ്രഹം ഈ മണ്ണിൽ സംസ്ഥാപിതമായി എന്നത് ഗുരു നേരിട്ട് കണ്ട വിഗ്രഹം. ഇത് നാം തന്നെയാണല്ലോ. ആഹാരമില്ലാതെയും ജീവിച്ചു കൊള്ളുമെന്ന് മഹാഗുരു കൽപ്പിച്ച വിഗ്രഹം ഈ മണ്ണിൽ പ്രതിഷ്ഠാപിതമായതും നാം ഓർക്കേണ്ടതുണ്ട്. അത് വന്ന് കാണേണ്ടതുണ്ട്. രസകരമായൊരു വസ്തുത, സാമുദ്രപാദങ്ങളുടെ വിഗ്രഹാരാധനയെ, ഗുരുവിൻ്റെ വിഗ്രഹത്തെ നാം ഗുരു അനുവദിച്ചിട്ടില്ല എന്നൊരു കാലത്ത് ആളുകൾ വാദിച്ചിരുന്നതിനോട് തലശ്ശേരിയിലെ ജനത മറുപടിയായി പ്രതിഷ്ഠിച്ചതാണ് ആ വിഗ്രഹം. ഈ വിഗ്രഹത്തിൻ്റെ ചരിത്രം ഒരു പ്രത്യേക ഒരു എപ്പിസോഡ് പോലെ ഗുരുപഥത്തിൽ നാം ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഒരു എക്സ്ക്ലൂസീവായി ആ വിഗ്രഹം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. മറ്റൊരു വീഡിയോയിൽ ആ വിഗ്രഹത്തിൻ്റെ മാത്രം ഒരു ചരിത്രവുമായി നമ്മൾ എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തോട് ചുറ്റും ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവുമായി ഒരുപാട് ആളുകൾക്ക് ബന്ധമുണ്ട്. മഹാഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യ പരമ്പരയിൽ ഒരുപാട് ആളുകൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും നിന്നും ഉദയം ചെയ്തവരുണ്ട്. മഹാഗുരുവിൻ്റെ അവസാനത്തെ സന്യസ്ത ശിഷ്യനായിരുന്ന ഗൗഡസാരസ്വത ബ്രാഹ്മണൻ അനന്തശേണായി ആനന്ദതീർത്ഥർ തലശ്ശേരി സ്വദേശിയാണ്. ഗുരുപ്രസാദ് സ്വാമികൾ തലശ്ശേരി സ്വദേശിയാണ്. കുമാരസ്വാമി സന്യാസി തലശ്ശേരി സ്വദേശിയാണ്. സാധു ശിവപ്രസാദ് തലശ്ശേരി സ്വദേശി. ഒരുപാട് ആളുകളുണ്ട്. ഗ്രഹസ്ഥരിൽ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത ആളുകൾ. വറുതൂർക്കാണി കുഞ്ഞിക്കണ്ണൽ ആരംഭിച്ച് മുർക്കോത്തുകുമാരനിലൂടെ, ഗോവിന്ദൻ ശിരസ്തേതാറിലൂടെ, നോക്കൂ അക്കാളി സുകുമാര ഭക്തരിലൂടെ, ഓട്ടായി കുമാരനിലൂടെ, അങ്ങനെ വന്ന് എണ്ണിയാലൊടുങ്ങാത്ത പ്രൗഢഗംഭീരന്മാരായ ഗുരുഭക്തന്മാർ, റാവു ബഹദൂർ, CR ഗോപാലം മുൻസിഫടക്കം എത്രയോ മഹാരഥന്മാർ ഈ ക്ഷേത്ര സൗധത്തിലൂടെ ചരിത്രത്തിൻ്റെ ഭൂമികയിലേക്ക് ഉയർന്നു വന്നു എന്നതുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ചരിത്രം നാം മനസ്സിലാക്കി വരുമ്പോൾ ഒരർത്ഥത്തിൽ കൗതുകകരം എന്ന് പറയാവുന്നതും എന്നാൽ അത്ര കൗതുകകരമല്ലാത്ത ചരിത്രത്തിൻ്റെ വളരെ സീരിയസ് ആയ ഒരു സംഭവഗതി ഈ മണ്ണിൽ നടന്നിട്ടുണ്ട്. ഇവിടെ ഒരിക്കലൊരു ബോർഡുണ്ടായിരുന്നു. ഹിന്ദു മതവിശ്വാസികൾക്ക് മാത്രം പ്രവേശനം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം എന്ന് പറഞ്ഞ മഹാഗുരുവിൻ്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠാപിതമായൊരു ക്ഷേത്രത്തിൽ ഹിന്ദു മതവിശ്വാസികൾക്ക് മാത്രം പ്രവേശനം. അതിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയത് ഈ മണ്ണിൽ ജനിച്ചു വളർന്ന തലശ്ശേരിയുടെ അനന്തശേണായി ആനന്ദതീർത്ഥ സ്വാമികളാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇതിൻ്റെ പുറകിലായി നാം കാണുന്ന ആ മണ്ഡപത്തിൻ്റെ ചുവട്ടിലുള്ള പടികളിൽ ഒരു പാ വിരിച്ചുകൊണ്ട് നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചു. നിരാഹാര സത്യാഗ്രഹം. ആനന്ദതീർത്ഥ സ്വാമികൾ എൻ്റെ ഗുരുവിൻ്റെ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ വിവേചനം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരൊറ്റയാൾ പോരാട്ടമായ ആ ദൃഢനിശ്ചയത്തിൻ്റെ മുൻപിൽ ആ ബോർഡ് ഇല്ലാതായതും ചരിത്രമാണ്. അങ്ങനെ ജ്ഞാനോദയോഗത്തിൻ്റെ കീഴിൽ നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, IT അടക്കമുള്ള സ്ഥാപനങ്ങൾ ഒക്കെ നടക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഗവൺമെൻറ്റിൻ്റെ വിവിധ ടൂറിസം പദ്ധതികളിലൂടെ വലിയ ഒരു തുകയുടെ വികസന പദ്ധതികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. വടക്കേ മലബാറിലെ തന്നെ ഏറ്റവും പ്രഗത്ഭമായ ഒരു ഉത്സവമാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ
ഉത്സവം എന്ന് പറയുന്നത് ജനസമുദ്രം തന്നെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എല്ലാ വർഷവും മണ്ഡല പൂജയിൽ 41 ദിവസം മഹാഗുരുവിൻ്റെ ചരിത്രത്തിലൂടെ പ്രഭാഷണ പരമ്പരകൾ നടക്കുന്നു. നാം ഇവിടെ എവിടെ നോക്കിയാലും മഹാഗുരുവിൻ്റെ മയമാണ്. നാം വരുന്ന ഓഫീസിൽ, നാം ഇരിക്കുന്ന വരാന്തയിൽ ഗുരുവിൻ്റെ വചനങ്ങളാണ്. നാം ഭക്ഷണം കഴിക്കുവാൻ പോകുന്ന ഊട്ടുപുരയിൽ, ഇവിടുത്തെ ഹോസ്റ്റലുകളിൽ, എന്തിനും ഏതിനും എവിടെയും ശ്രീനാരായണ 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 എന്ന പേരിൽ നിറഞ്ഞു നിൽക്കുന്ന മലബാറിൻ്റെ തിലകക്കുറിയായി വിരാജിക്കുന്ന ഈ ക്ഷേത്രം നിങ്ങളെല്ലാവരും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഖിലർക്കുമതിങ്ങനെ തന്നെ മതം സുഖസാധ്യമിതെന്നു ശുഭാദികളും പകരുന്നു പരമ്പരയായി പലതും ഭഗവാനുടെ മായയഹോ വലുതെ വലുതും ചെറുതും നടുമധ്യവുമായി അലയറ്റുയരുന്ന ചിദംബരനെ മലമായിലാണു മയങ്ങി മനം നിലവിട്ടു നിവർന്നലയാതരുളേ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഞാൻ അഡ്വക്കേറ്റ് കെ സത്യൻ, ജ്ഞാനോദയോഗത്തിൻ്റെ നിലവിലുള്ള പ്രസിഡൻ്റാണ്. ജ്ഞാനോദയോഗത്തിൻ്റെ കാലപരിധി, ഓരോ ടേം എന്ന് പറയുന്നത് 3 വർഷമാണ്. കഴിഞ്ഞ 2 ടേം നമ്മളായിരുന്നു പ്രസിഡൻറ്റ്. ഇപ്പോൾ കഴിഞ്ഞ 10-ാം തീയതിയോടുകൂടി നമ്മൾ ഭരണസമിതിയെ വീണ്ടും 3 വർഷത്തേക്ക് കൂടി തിരഞ്ഞെടുക്കപ്പെടുകയാണ്. കഴിഞ്ഞ 10-ാം തീയതി ഈ ഭരണസമിതി ചുമതല ഏറ്റെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 8,000 മെമ്പർമാരോളം നമ്മുടെ ജ്ഞാനോദയോഗം വോട്ടർമാരായിട്ടുണ്ട്, മെമ്പർമാരായിട്ടുണ്ട്. അവരിൽ നിന്നാണ് തെരഞ്ഞെടുപ്പിലൂടെ തന്നെ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നത്. 11 അംഗ ഭരണസമിതിയാണ് ജ്ഞാനോദയോഗത്തിന് ഉണ്ടായിട്ടുള്ളത്, വേണ്ടത്. അതിൽ ഒരു പ്രസിഡൻറ്റ്, 10 ഡയറക്ടർമാർ, 11 അംഗ ഭരണസമിതിയാണ് ജ്ഞാനോദയോഗത്തിൻ്റെ ഭരണസമിതി എന്ന് പറയുന്നത്. ജ്ഞാനോദയോഗത്തിൻ്റെ കീഴിൽ 2 മഹാക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് ചാവശ്ശേരി, മട്ടന്നൂരിനടുത്ത ചാവശ്ശേരി ശിവവിഷ്ണു ക്ഷേത്രം. വളരെ ചിരപുരാതനമായ ഒരു മഹാക്ഷേത്ര ആണ് ശിവവിഷ്ണു ക്ഷേത്രം. മട്ടന്നൂരിനടുത്താണ്. വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു മഹാക്ഷേത്രമാണത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ നന്ദി എന്ന സ്ഥലത്ത് വീരമഞ്ചേരി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു വലിയ ക്ഷേത്രവും കൂടി ജ്ഞാനോദയോഗത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരികയാണ്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയാണ് ജ്ഞാനോദയോഗം. ജ്ഞാനോദയോഗമാണ് ഇതിൻ്റെ ഭരണസമിതി. ഒട്ടനവധിയായിട്ടുള്ള സ്കൂളുകൾ, 2 എയ്ഡഡ് സ്കൂളുകളും അതുപോലെ തന്നെ 2 ഹയർ സെക്കൻഡറി സ്കൂളുകളും ജ്ഞാനോദയോഗത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. എയ്ഡഡ് സ്കൂളുകൾ 2ഉം വളരെ നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ചു വരികയാണ്. ഞങ്ങൾ ആ സ്കൂളിൻ്റെ കാര്യത്തിൽ എല്ലാം വളരെ ജാഗരൂകരാണ്. വളരെ നല്ല നിലയിൽ ആ സ്കൂളുകളിൽ, നല്ല സമ്പന്നമായ നിലയിൽ തന്നെ ഏറ്റവും കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുകയാണ്. ആ സ്കൂളുകളിൽ നമ്മളൊന്ന് എടുത്തു പറയേണ്ട ഒരു സ്കൂളാണത്. ആ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത, അത് കോർണേഷൻ എന്ന് പറയുന്ന ധർമ്മടത്തുള്ള ഒരു സ്കൂളുണ്ട് ജ്ഞാനോദയോഗത്തിന് കീഴിൽ. ആ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത, ആ സ്കൂളിൽ ഏതാണ്ട് 240ഓളം വിദ്യാർത്ഥികളുണ്ട്. 7 വരെയുള്ള ഒരു UP സ്കൂളാണ്. 240ഓളം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുകയാണ്. അതിൻ്റെ ഒത്ത് ആ 98% വിദ്യാർത്ഥികളും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ടവരാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അവർ യാതൊരു തരത്തിലുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാ മനുഷ്യരും ഒരേപോലെ, അവരെ വസ്ത്ര രീതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിലോ യാതൊരു വ്യത്യാസമില്ലാതെ അതൊരു എല്ലാ തരത്തിലും മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന, നമുക്കൊരു മാതൃകയായി എടുക്കാൻ പറ്റുന്ന ഒരു സ്കൂളാണ് തലശ്ശേരി ധർമ്മടത്തുള്ള കോർണേഷൻ സ്കൂൾ. ആളുകൾ വല്ലാത്ത നിലയിൽ തന്നെ എന്താ പറയുക, ഒരു മതേതര കാഴ്ചപ്പാടോടുകൂടി, മതേതരത്വം എന്താണെന്ന് ഒരു സ്കൂളിൽ നമുക്ക് എളുപ്പത്തിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്കൂൾ തന്നെയാണ്
ഈ കോർണേഷൻ ധർമ്മടത്തുള്ള കോർണേഷൻ സ്കൂൾ, അതുപോലെ തന്നെ സൗത്ത് വല്ലളം സ്കൂൾ, അതും ഈ പറയുന്നത് പോലെ തന്നെ നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ചു വരികയാണ്. 2 ഹയർ സെക്കൻഡറി സ്കൂളുകൾ ജ്ഞാനോദ്യോഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ ITI ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ITI പ്രവർത്തിച്ചു വരികയാണ്. നല്ല നിലയിൽ തന്നെ ITI സ്വന്തം ബിൽഡിങ്ങിലാണ് പ്രവർത്തിച്ചു വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു വുമൻസ് ഹോസ്റ്റലുണ്ട്. ആ ഹോസ്റ്റലും വളരെ ചെറിയ കാശ് വാങ്ങിച്ചിട്ടാണ്, വളരെ ചെറിയ പൈസ വാങ്ങിച്ചിട്ടാണ് ആ ഹോസ്റ്റലും പ്രവർത്തിച്ചു വരുന്നത്. ധാരാളം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പിന്നെ ജോലിയുള്ള സ്ത്രീകളൊക്കെ അവിടെ താമസിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ റേറ്റിലാണ് ഞങ്ങളവിടെ താമസവും ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു അതായത് ഇത്രയും എമൗണ്ട് കുറച്ചിട്ടുള്ള മറ്റേതെങ്കിലും ഹോസ്റ്റലുകൾ കേരളത്തിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. അത്രമാത്രം അവരെ പഠനത്തിലെല്ലാം ഞങ്ങൾ വലിയ നിലയിൽ സഹായിക്കുന്നുണ്ട്. ഗുരുദേവൻ്റെ ദർശനത്തിൽ ഊന്നിയും കൊണ്ടാണ് നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും നമ്മളിവിടെ നടത്തിക്കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് നമ്മൾ 1-2 പ്രവർത്തനം, സർക്കാരിൻ്റെ 1-2 പ്രൊജക്റ്റുകൾ നമുക്ക് വരികയാണ്. ക്ഷേത്രത്തിൻ്റെ കുളം അത് നല്ല നിലയിൽ തന്നെ ചെത്തുകല്ല് കൊണ്ട്, പക്ഷെ അത് ആകെ ഒരു ചെത്തുകല്ല് കൊണ്ട് തന്നെ പുതിയതായിട്ട് തന്നെ ഒരു പുതിയ ഒരു കുളം ഉണ്ടാക്കിയതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമതിൽ ഗംഭീരമായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിൻ്റെ അത് ലൈറ്റിങ്ങും കൂടിയായിട്ട് വളരെ ഭംഗിയുണ്ട്. നല്ല ഒരു ക്ഷേത്രക്കുളം നമുക്ക് സർക്കാരിൻ്റെ ഭാഗമായിട്ട് തന്നെ സർക്കാർ ചെയ്തു തന്നിട്ടുള്ളത്. അതിൻ്റെ പിന്നെ ചുറ്റുമതിൽ കെട്ടിത്തന്നു എന്നുള്ളത് അതും ഏറ്റവും പൈതൃകമായ നിലയിൽ തന്നെ അതിൻ്റെ ചുറ്റുമതിൽ നിർമ്മിച്ചു സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്കൊരു വലിയ സഹായം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഭാഗങ്ങളിലും ക്ഷേത്രത്തിൻ്റെ മുന്നിലും കിഴക്കും വടക്കും പടിഞ്ഞാറും എല്ലാം കരിങ്കല്ല് വിരിച്ച് അത് ഭക്തർക്ക് വരാനും അവർക്ക് കൂടുതലായിട്ട് ക്ഷേത്രത്തിലേക്ക് എന്താ പറയുക വളരെ വൃത്തിയിൽ വരാനും ഒക്കെ ആയിട്ടുള്ള നല്ല നിലയിൽ തന്നെ ആളുകൾക്ക് ഇരിക്കാനുള്ള ഗാലറിയൊക്കെ, കരിങ്കല്ലിൻ്റെ ഗാലറിയൊക്കെ ക്ഷേത്രത്തിൻ്റെ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലൊക്കെ സർക്കാരിൻ്റെ ഭാഗമായിട്ട് പൈതൃക ടൂറിസം പദ്ധതിൻ്റെ ഭാഗമായി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഏതാണ്ട് 1,38,00,000 രൂപയുടെ പരിപാടികൾ ഇവിടെ ഇതിനകം തന്നെ നടന്നിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകിച്ച് കഴിഞ്ഞാൽ മലബാറിൻ്റെ ഈ തലശ്ശേരി ഭാഗത്തിൻ്റെ ഒരു പൈതൃക ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബായിട്ട് തന്നെ ഗവൺമെൻറ് ജഗന്നാഥ ക്ഷേത്രത്തിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പൈതൃക ടൂറിസത്തിൻ്റെ ഈ ഭാഗങ്ങളിലുള്ള പൈതൃക ടൂറിസത്തിൻ്റെ പദ്ധതിയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ഒരു റിനൈസൻസ് മ്യൂസിയം വരാൻ പോവുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് ഫണ്ട് കാര്യങ്ങളൊക്കെ പാസ്സായി കഴിഞ്ഞു. ഏതാണ്ട് 10 കോടി രൂപയോളം സർക്കാർ അതിനു വേണ്ടിയിട്ട് വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് തന്നെ, അപ്പോൾ അതിൻ്റെ അകത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കത് ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാലും ചെറിയ മാസങ്ങൾ കൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. നമ്മൾ മാർച്ച് 9-ാം തീയതിയാണ് 2025 ഉത്സവം ആരംഭിക്കുന്നത്. അപ്പോൾ അതോടുകൂടി തന്നെ നമ്മൾ പൈതൃക ടൂറിസത്തെ ഈ ബിൽഡിങ്ങിന്, അതായത് റിനൈസൻസ് മ്യൂസിയം, അതിൻ്റെ വർക്ക് ഒരു പരിധിവരെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനാണ് കരുതുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ ഒരു ഉദ്ദേശിച്ചതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ചെടികൾ പിടിപ്പിക്കാനും, ധാരാളം ചെടികൾ, പ്രത്യേകിച്ച് നമ്മുടെ മലബാറിൽ പറയുന്ന ചെക്കി എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിലുള്ള പൂജക്കൊക്കെ നിത്യപൂജക്കൊക്കെ ധാരാളം ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു പരിധിവരെ പുറത്തുനിന്ന് പുഷ്പങ്ങൾ വാങ്ങിക്കാതെ തന്നെ നമ്മുടെ ഉദ്യാനത്തിൽ നിന്ന് തന്നെ നമുക്ക് പുഷ്പങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് പൂജയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ധാരാളം തുളസിയും ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഏതാണ്ട് 10-20 വർഷത്തോളം ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം ഉത്സവം നടക്കുന്ന ഒരു 7 ദിവസവും ഉത്സവം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മറ്റേതെങ്കിലും നിലയിൽ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതെങ്കിലും കൃഷി, അതായത് കൊല്ലങ്ങളോളം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള കൃഷി നമുക്ക് സാധ്യമായിരുന്നില്ല. ഇപ്പം നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെ നെല്ല് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 3.5-4 ഏക്കറയോളം സ്ഥലത്ത് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നെല്ല്, അതായത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ തലശ്ശേരി മലബാറിലുള്ള പരമ്പരാഗതമായിട്ടുള്ള വിത്ത് ഉപയോഗിച്ചും കൊണ്ടുള്ള നെല്ല്, അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളും തലശ്ശേരിയിലുള്ള ഒരു സ്കൂള്, അതായത് മുബാറക്ക് സ്കൂൾ എന്ന് പറയുന്ന
സ്കൂളും കൂടി സംയുക്തമായിട്ടായിരുന്നു ആ പരിപാടി, അതായത് കൃഷി നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾ അമ്പലം തന്നെ ഒറ്റക്ക് നിന്നും കൊണ്ട് ആ കൃഷി അത് ഏതാണ്ട് കൊയ്ത്തിൻ്റെ സമയമായി, ഒരു 15 ദിവസം കൊണ്ട് തന്നെ കൊയ്യാനുള്ള പാകത്തിൽ നല്ല ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയും ഒട്ടനവധിയായിട്ടുള്ള ഇപ്പം പുതിയ ഭരണസമിതി ചുമതലയേറ്റു. അപ്പോൾ ഒട്ടനവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടത്തണമെന്ന് ഭരണസമിതി ആഗ്രഹിക്കുകയാണ്. ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇപ്പം വളരെ അകലിൽ നിന്ന് അല്ല ഒരുപാട് ഭക്തന്മാർ ജഗന്നാഥ ക്ഷേത്രം കാണാൻ വരുന്നുണ്ട്. നമുക്കറിയാം ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയെ അറിയാം. ഗുരു സശരീരനായിരിക്കുമ്പോൾ ഉള്ള ഗുരുദേവൻ്റെ പ്രതിമ ലോകപ്രശസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാനൊക്കെ ധാരാളം ആളുകൾ വരികയാണ്. അതുപോലെ തന്നെ നമുക്കൊരു മ്യൂസിയം ഉണ്ട്. പഴയ ചിത്രങ്ങളിൽ എവിടെയും കിട്ടാത്ത ചിത്രങ്ങളൊക്കെ ആ മ്യൂസിയത്തിൽ ആ പടങ്ങളൊക്കെ മ്യൂസിയത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പം ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി എന്നുള്ള നിലയിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും എല്ലാ ആളുകൾക്കും ഈ ക്ഷേത്രം തുറന്നിട്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിനെ മനസ്സിലാക്കാനും ഈ ക്ഷേത്രത്തിനെ അറിയാനും എല്ലാവരും ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് വരണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവരെയും ക്ഷേത്രത്തിലേക്ക് ഈ മഹാക്ഷേത്രത്തിലേക്ക് എല്ലാവരും വരണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അരുളേ തിരുമേനി അണഞ്ഞിടുമീരുളേ വെളിയേ ഇടയേ പൊതുവേ കരളേ കരളിങ്കലിരിക്കുമരു പൊരുളേ പൊരിമൂന്നു മെരിച്ചവൻ എരി കയ്യതിലേന്തി ഇറങ്ങി വരും തിരുമേനി ചിദംബരമിന്നരുളും പുരി തന്നിലിരുന്നു പുരംപുരി ചെയ്തരുളുന്നത് തന്നെ ഒരത്ഭുതമാ. ഓം നമഃ ശിവായ 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 ഓം നമഃ ശിവായ. തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രം വടക്കേ മലബാറിലെ ഗുരുദേവൻ ആദ്യമായി പ്രതിഷ്ഠ നടത്തിയ മഹാക്ഷേത്രമാണ് തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രം. ഇവിടെ ദൈനംദിനം നടക്കുന്ന പൂജാവിധാനങ്ങൾ രാവിലെ 5 മണിക്ക് ക്ഷേത്രനട തുറക്കുകയും അഭിഷേകാദി കാര്യങ്ങൾ ചെയ്യുകയും ശേഷം ഉഷപൂജ 6 മണിയോടുകൂടെ തുടരുകയും പിന്നീട് 8 മണിക്ക് നിവേദ്യ പൂജയും 12 മണിക്ക് മധ്യാഹ്ന പൂജയും കഴിഞ്ഞ് 12:30 ക്ഷേത്രം അടയ്ക്കുകയും വൈകുന്നേരം 5 മണിക്ക് ക്ഷേത്രനട തുറക്കുകയും രാത്രി 8 മണിക്ക് അത്താഴ പൂജയോടുകൂടി പൂജ പര്യവസാനിപ്പിച്ച് നട അടക്കുകയുമാണ് എല്ലാ ദിവസവും നടന്നു വരുന്നത്. വിശേഷാൽ അവസരങ്ങളിൽ ക്ഷേത്രനട 4 മണിക്ക് തുറക്കുകയും ഉച്ചയ്ക്ക് 12:30 തന്നെ അടയ്ക്കുകയും ചെയ്യുന്നതാണ്. ക്ഷേത്രത്തിലെ വാർഷിക മഹോത്സവം എന്ന് പറയുന്നത് കുംഭമാസത്തിലെ പുണർന്നം നക്ഷത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതുകൊണ്ട് ആ പ്രതിഷ്ഠാദിന നക്ഷത്രമായ പുണർന്നം നക്ഷത്ര നാളിൽ കൊടിയേറുകയും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മഹോത്സവം ഇവിടെ നടന്നു വരികയും ചെയ്യുന്നു. പിന്നെ ഗുരുദേവനാൽ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഇളനീരാട്ടം ഇടവമാസത്തിലെ സപ്തമി നാളിൽ ഇളനീർ വെയ്പ്പും അഷ്ടമി നാളിൽ ഇളനീർ അഭിഷേകവും നടത്തപ്പെടുന്നു. 1000കണക്ക് ഇളനീരുകളാണ് ഓരോ ഇളനീരാട്ട മഹോത്സവത്തിനും ക്ഷേത്രസന്നിധിയിൽ ഭക്തജനങ്ങൾ സമർപ്പിക്കപ്പെടുകയും അത് ഭഗവാനായി അഭിഷേകിക്കുകയും ചെയ്യുന്നത്. പിന്നെ വാർഷികമായിട്ട് നടന്നു വരുന്ന മറ്റൊരു ചടങ്ങാണ് നവരാത്രി കാലങ്ങളിലെ വിദ്യാരംഭം, മണ്ഡല മഹോത്സവ കാലഘട്ടത്തിലെ പ്രഭാഷണ പരമ്പരകൾ, ശിവഗിരി തീർത്ഥാടനം ഇത്യാദി വാർഷികമായിട്ട് ആചരിച്ചു വരുന്ന ചിട്ടകളെ ഒരു കാലഘട്ടത്തിൻ്റെ സ്മൃതിയെ അനുസ്മരിപ്പിക്കുമാറ് തന്നെ ഭക്തിപൂർവകമായ കർമ്മങ്ങളോടുകൂടി ക്ഷേത്രസന്നിധിയിൽ നടത്തപ്പെടുന്നു. വിനായക ചതുർത്ഥി, വാവുബലി തർപ്പണം, മാസ അമാവാസി നാളിലുള്ള ബലിതർപ്പണം ഇത്യാദി ക്രിയകൾ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു. ദൈനംദിനം ബലിതർപ്പണാദി കർമ്മങ്ങൾ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു. പിന്നെ വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് ക്ഷേത്രത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ്. ഓഡിറ്റോറിയം ഉള്ളതാണ്. ഗുരുദേവ മണ്ഡപത്തിന് മുന്നിലാണ് വിവാഹ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. എല്ലാവിധ പൂജാവിധാനങ്ങളും നിയമപ്രകാരമുള്ള
എല്ലാവിധ പൂജാവിധാനങ്ങളും ക്ഷേത്രസന്നിധിയിൽ നടത്തപ്പെടുന്നു. രാവിലെ 5 മണി മുതൽ ഓരോ ഭക്തന്മാരുടെയും പൂജാസമയങ്ങളിൽ ഉള്ള വിധാനങ്ങളിലുള്ള പൂജാവിധാനങ്ങൾ നടത്തപ്പെടുന്നു. വിശേഷാൽ പൂജകളായിട്ട് ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നത് ഉദയാസ്തമന പൂജയും അതേപോലെ തന്നെ കളഭച്ചാർത്ത് എന്ന് പറയുന്നതും ഏകാദശ രുദ്രാഭിഷേകം എന്ന് പറയുന്നതും മഹാമൃത്യുഞ്ജയ ഹോമം എല്ലാ ദിവസവും ക്ഷേത്രത്തിലെ മൃത്യുഞ്ജയ ഹോമം നടത്തി വരുന്നു. അതേപോലെ തന്നെ കുട്ടികളുടെ ബാലാരിഷ്ടതകൾക്ക് പരിഹാരമായിട്ടുള്ള കർഗഹോമം ഇവ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ നടത്തി വരുന്നതാണ്. വിശേഷാലായിട്ട് മഹാമൃത്യുഞ്ജയ ഹോമങ്ങളും അതേപോലെ തന്നെ ഏകാദശ രുദ്രാഭിഷേകങ്ങൾ, അതേപോലെ തന്നെ വിശേഷാല് ജലധാര, അതേപോലെ തന്നെ വിശേഷാല് ചുറ്റുവിളക്ക്, അതേപോലെ തന്നെ വിശേഷാല് നിറമാല ഇത്യാദി വഴിപാടുകൾ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു. പുതുമാം കനി പുത്തമ്പതി ഗുളമേ മധുരേ മധുരക്കനി രസമേ വിധി മാധവരാതി തിരഞ്ഞിടുമെൻ പതിയേ പദ പങ്കജമേനതി ഗതി നീയടിയെന്നു ഗജത്തെയുരിച്ചതുകൊണ്ടുടതാർത്തിയ ചിന്മയമേ ചതി ചെയ്യുമിരുട്ടൊരു ജാതി വിടുന്നതിന്നടിയെന്നരുളേ ഗണമേ. ഓം നമഃ ശിവായ 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 ഓം നമഃ ശിവായ. പ്രിയപ്പെട്ടവരെ, ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിലെ ശ്രീനാരായണ പരമസദ്ഗുരുവിൻ്റെ ജഗന്നാഥൻ്റെ മണ്ണിലെ കാഴ്ചകളാണ്. നിങ്ങളെല്ലാവരും സന്തോഷിക്കുന്നു, എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു എന്ന് കരുതുകയാണ്. ഇനി മറ്റൊരു രസകരമായ ചരിത്രം കൂടി പറയാം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഈ അടുത്ത കാലത്ത് അസ്തമിച്ചു പോയ, നമ്മെ വിട്ടുപിരിഞ്ഞ പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവുണ്ട്. തലശ്ശേരി സ്വദേശിയായ, തലശ്ശേരി MLA ആയിരുന്ന, കേരളത്തിൻ്റെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന, CPIM എന്ന ഒരു പ്രബല രാഷ്ട്രീയ പാർട്ടിയുടെ ദീർഘകാലം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഈ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഒരിക്കൽ നടന്ന ചതയദിന പ്രസംഗ മത്സരത്തിൽ മഹാഗുരുവിനെ കുറിച്ചൊരു പ്രസംഗം നടത്തി. അതിൽ 1ാം സ്ഥാനം വാങ്ങിക്കൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗത്തിൻ്റെ ഭൂമികയിലേക്ക് കാലെടുത്ത് വെച്ചതെന്ന് നമുക്ക് സന്തോഷത്തോടു കൂടിയും ഒരല്പം കൗതുകത്തോടു കൂടിയാണ് നമ്മൾ ഓർക്കേണ്ടതുള്ളത്. ആ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഈ ഗംഭീര മണ്ണിലോട്ട്, മഹാഗുരുവിൻ്റെ പാദസ്പർശം കൊണ്ട് പുളകിതമായി മണ്ണിലോട്ട് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇവിടേക്ക് വരുവാൻ ട്രെയിനിലാണ് വരുന്നതെങ്കിൽ അതിപ്പോൾ മലബാറിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിലും അല്ലെങ്കിൽ മംഗലാപുരത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിലും അതല്ല കൊച്ചി ഭാഗത്ത് നിന്ന് വരുന്നവരാണെങ്കിലും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക. അവിടെ നിന്നും ഒരു ഓട്ടോറിക്ഷയിൽ ഇവിടേക്ക് വരാവുന്നതേ ഉള്ളൂ. ഒരു 2-2.5-3 കിലോമീറ്ററിനകത്ത് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. ജഗന്നാഥ ടെമ്പിൾ ഗേറ്റ് എന്നാണ് ഈ പ്രദേശം പൊതുവിൽ അറിയപ്പെടുന്നത്. ബസ്സിൽ വരുന്ന ആളുകളാണെങ്കിൽ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ജഗന്നാഥ ടെമ്പിൾ ഗേറ്റ് വഴി കടന്നു പോകുന്ന ഏത് ബസ്സിന് വന്നാലും ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ഇറങ്ങാം. ഇങ്ങോട്ട് നമുക്കൊരു 2 മിനിറ്റ് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാം. എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. താമസിക്കാൻ സൗകര്യമുണ്ട്, ഭക്ഷണമുണ്ട്, ഇവിടെ നിരവധി ജോലിക്കാരുണ്ട്. പ്രൗഢഗംഭീരമാണ് ഈ ക്ഷേത്രം, പ്രൗഢഗംഭീരം. അതുകൊണ്ട് ഈ ക്ഷേത്രം കാണുവാനും മഹാഗുരുവിൻ്റെ വടക്കേ മലബാറിൻ്റെ വിപ്ലവത്തിന് തിരികൊളുത്തിയ ഈ പുണ്യഭൂമിയിലൂടെ നടക്കുവാനും ഇവിടുത്തെ ആധ്യാത്മിക ചൈതന്യം നുകരുവാനും നിങ്ങളെല്ലാവരെയും ജഗന്നാഥൻ്റെ മണ്ണിലേക്ക് മഹാഗുരുവിൻ്റെ പാദകാണിക്കായി ക്ഷണിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നന്ദി, നന്ദി, നമസ്കാരം. ജയ ജയ ചന്ദ്രകലാധര, ജയ ജയ ചന്ദ്രകലാധര, ദൈവമേ ജയ ജയ ജന്മവിനാശന ശങ്കരാ, ജയ ജയ ശൈലനിവാസ സദാം പദേ,
ജയ ജയ പാലയ മാമഖിലേശ്വര ജയ ജയ ചന്ദ്രകലാധര ജയ ജയ ചന്ദ്രകലാധര ജയ ജയ ചന്ദ്രകലാധര. ആ